അധ്യാപികമാർ പ്രതിയായ പേരാമ്പ്ര MDMA കേസിലെ മുഖ്യ കണ്ണി വയനാട് സ്വദേശി എന്ന സൂചന. ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഓൺലൈൻ ഡെലിവറി ബോയ് ജിജിൽ കുര്യാക്കോസിൽ നിന്നാണ് നിർണായകമായ വിവരം ലഭിച്ചത്. 1 കോടിയോളം രൂപയുടെ ഇടപാടാണ് ജിജിലിന്റെ അക്കൗണ്ടിലൂടെ നടന്നത്. അധ്യാപികമാരുടെ സുഹൃത്തായ മറ്റൊരു യുവതിയും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായത്. ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, 3 അധ്യാപികമാരും പിന്നെയുള്ള 2 പേരും. മാത്രമല്ല, അവരിൽ നിന്ന് ഇതൊരു വലിയ ശൃംഖല തന്നെയാണ്. അപ്പോൾ ആ വമ്പൻ കണ്ണികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അവർ ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നിർണായകമായിട്ടുള്ള ഒരു വിവരം അറസ്റ്റിലായിട്ടുള്ള ഡെലിവറി ബോയ് ജിജിൽ കുര്യാക്കോസിൽ നിന്നും ലഭിക്കുന്നത്. അല്ലേ, ഇത് വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘമാണ്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തുന്ന സംഘമാണ്. സ്ഥിരമായി MDMA ഉപയോഗിക്കുന്ന സംഘമാണ് എന്നെല്ലാം ബോധ്യപ്പെടുകയാണ് നമുക്ക്, അല്ലേ? റോഷ്നി, തീർച്ചയായും എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ DIG വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 5 പേരാണ് നിലവിൽ അറസ്റ്റിലായതെങ്കിലും കൂടുതൽ പേർ ഇത് ശൃംഖലയാണ് ഈ ലഹരി സംഘം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി അന്വേഷണം നടത്തുന്നത് ഈ ലഹരി എത്തിക്കുന്നത് ആരാണ്, ഇത് വിതരണം നടത്തുന്ന ആരാണ്, ഈ സാമ്പത്തികം എങ്ങോട്ടാണ് പോയത്, ആരാണ് ഇതിന് സാമ്പത്തികം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുക എന്നുള്ളതാണ് DIG ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ പിടിയിലായ അധ്യാപികമാരടക്കം 5 പേരുണ്ട്. ഈ 5 പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം വിപുലമായി തന്നെ തുടരുകയും ചെയ്യും. എന്തായാലും ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ജിജിൽ കുര്യാക്കോസിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരം ലഭിച്ചത്. അതായത് ഈ കേസിൽ മുഖ്യ കണ്ണി എന്ന് സംശയിക്കുന്നത് വയനാട് സ്വദേശിയാണ്. നിലവിൽ ഇപ്പോൾ വയനാട് സ്വദേശിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം കൂടുതൽ പേരെ സംശയ നിഴലിൽ കൂടി കൊണ്ടുവരികയാണ്. അതായത് ഈ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അന്വേഷണം നടന്നിട്ടുള്ളത്. അധ്യാപികമാരുടെയൊക്കെ തന്നെ ബാങ്കിലേക്ക് വലിയ രീതിയിൽ പണം വന്നിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിൽ സംശയം തോന്നുന്ന അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഇവരുടെ സൗഹൃദ വലയങ്ങൾ, അതായത് ഈ അധ്യാപികമാരുടെ അടക്കം സുഹൃത്തായ ഒരു വനിത ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. അവരുമായി വലിയ സൗഹൃദ ബന്ധം ഈ അധ്യാപികമാർക്കുണ്ട്. അവരെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20,000 അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ തന്നെ മാസ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. താൽക്കാലിക ജീവനക്കാർ കൂടിയാണ് ഈ അധ്യാപികമാരടക്കം. അങ്ങനെ ഓൺലൈൻ ഡെലിവറി ബോയ് അടക്കം ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നിട്ടുള്ളത് ലക്ഷങ്ങളുടെ ഇടപാടാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അങ്ങനെ ഈ ഓൺലൈൻ ഡെലിവറിയുടെ ബോയുടെ അക്കൗണ്ടിൽ തന്നെ 1 കോടിയോളം രൂപയുടെ ഇടപാടാണ് നടന്നത്. അതുമാത്രമല്ല, ഈ 6 മാസത്തിനിടെയാണ് ഈ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നത് എന്നുള്ളത്. ഈ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്.